എല്ലാവർക്കും നമസ്കാരം. അതിഥീസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണണേ. അപ്പോൾ ഞാൻ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ കുറച്ച് നമ്മുടെ റോൾഡ് ഗോൾഡിൻ്റെ ആഭരണങ്ങളുണ്ടായിരുന്നേ. ഇത് നമ്മളിടയ്ക്ക് ഞങ്ങൾ മാലയൊക്കെ ഇടുന്നുണ്ട് അങ്ങനത്തെ. അപ്പോൾ എൻ്റെ പഴയ ഒരു മാലയാണ്. സാധാരണ നമ്മളിങ്ങനെ കളറ് കറുപ്പൊക്കെ ആകുമ്പം അത് നമ്മൾ വീണ്ടും ഇത് ചെയ്യാനായിട്ട് കൊടുക്കത്തില്ല കേട്ടോ. അവൾ വീണ്ടും നമ്മൾ ഗോൾഡ് കവറിങ് ചെയ്തു തരുമല്ലോ. അപ്പം പിന്നെയും കുറച്ച് പൈസയൊക്കെ ആവും. ചിലപ്പം മറന്നു പോകും, ചിലപ്പം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താമസിച്ചൊക്കെയാണ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ നോക്കി നിന്നപ്പോഴാണ് ഇങ്ങനെ ഒരു ടെക്നിക്കുണ്ട്, അത് ചെയ്യാമെന്ന് വിചാരിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു കറുത്ത ആഭരണങ്ങൾ സാധാരണ നമ്മൾ ഇത് 200, 250 തൊട്ട് 10,000, 1000, 2000 ഒക്കെ ആഭരണങ്ങൾ കിട്ടും അല്ലേ, റോൾഡ് ഗോൾഡിൻ്റെ. അപ്പം നമ്മൾ സാധാരണ ഇതൊക്കെ ഒരു മങ്ങിക്കറിയുമ്പം വേറെ മേടിക്കുകയാണ് പതിവ് അല്ലേ. അല്ലെ നമ്മളത് വീണ്ടും കൊടുക്കും, അങ്ങനെ ചെയ്യും. അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ നമുക്കിത് വൃത്തിയാക്കി വെളുപ്പിച്ചെടുക്കുന്ന ആ ഒരു പഴയ ഭംഗിയോടുകൂടി നമുക്ക് കിട്ടുന്ന രീതി എങ്ങനെയാണെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ 2 നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഒരു മാലയും ഒരു വളയും ഒരു മോതിരവും ഉണ്ട്, അതുകൊണ്ടാണ് 2 എടുത്തിരിക്കുന്നത്. 2 നാരങ്ങ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. അത് ഇത് കണക്കൊരു പാത്രത്തിനകത്ത്, സ്റ്റീൽ പാത്രമോ പ്ലാസ്റ്റിക്കോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് എടുക്കാം. അതിലോട്ട് നാരങ്ങാനീര് മൊത്തം പിഴിഞ്ഞെടുത്ത്, നാരങ്ങയുടെ കുരു കളയില്ല കേട്ടോ, കുരു ഉൾപ്പെടെ വേണം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാം കൂടെ പിഴിഞ്ഞ് ഈ ഒരു വെള്ളമായിട്ട് മാറ്റി വെച്ച് ഇനി നമ്മൾ അതിലോട്ട് ഈ ഒരു മാലയും മോതിരവും വളയൊക്കെ ഇട്ട് കൊടുക്കുവാണേ. ഇട്ട് കൊടുത്ത് നമ്മളൊരു 10-15 മിനിറ്റ് നേരം ഇതൊന്ന് വെച്ചേക്കണം ഈ വെള്ളത്തിലോട്ട്. അപ്പോൾ അതിനകത്ത് ഈ ക്ലാവൊക്കെ ഉണ്ടല്ലോ, ഈ കറുത്തിരിക്കുന്ന അത് ആ ഒരു ആഭരണത്തിൻ്റെ ക്ലാവെന്ന് പറയും, അതാണ്. അപ്പോൾ അത് ഒന്ന് മാറാൻ വേണ്ടിയാണ് കണ്ടോ. നമ്മളത് കുറച്ച് നേരം ഇടുമ്പോൾ തന്നെ അതിൻ്റെ കളർ വ്യത്യാസം ഉണ്ടാകുന്ന കണ്ടോ. ആ ക്ലാവെല്ലാം കൂടെ ഈ നാരങ്ങയിലോട്ട് പിടിക്കും. അപ്പം നാരങ്ങയുടെ ആ വെള്ളത്തിൻ്റെ കളർ കണ്ടോ, ആ കളറും ആ ഒരു ക്ലാവിൻ്റെ കളറും ഒക്കെ ആയിട്ട് ചേർന്ന് ആ ക്ലാവ് മൊത്തം ഈ നാരങ്ങ വലിച്ചെടുക്കുവാണേ. അപ്പോൾ നമുക്കിത് നല്ലൊരു പരുവത്തിൽ ഇപ്പം തന്നെ നമുക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതിൻ്റെ കൊളുത്ത് കണ്ടോ, ഇത് ഈ മാലയുടെ കൊളുത്താണ്. ആ കൊളുത്തൊക്കെ നല്ല വ്യത്യാസമുണ്ട്, നല്ല കറുത്തിരണ്ടിരുന്ന മാലയാണേ. അപ്പോൾ ആ കൊളുത്തൊക്കെ നല്ലതായിട്ട് വെട്ടിത്തിളങ്ങിയിട്ടുണ്ട്. നമ്മുടെ പഴയ ഒരു ഗോൾഡ് ടൈപ്പ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് ഒരു 10-15 മിനിറ്റ് നേരത്തേക്ക് കഴിഞ്ഞിട്ട് വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് കൊടുക്കണം, പച്ചവെള്ളം. അപ്പോൾ ആ വെള്ളത്തിലോട്ട് നമ്മളിത് ഒന്ന് കഴുകിയെടുക്കണം. നമ്മൾ നാരങ്ങയുടെ അതൊക്കെ കാണുമല്ലോ, അതൊക്കെ മാറാൻ വേണ്ടിയാണ്. അപ്പോൾ എന്നിട്ട് ആ നാരങ്ങയുടെ വെള്ളം ഒന്ന് മാറ്റിയേക്കണം. എന്നിട്ട് നമ്മൾ വെള്ളത്തിൽ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് ഒന്ന് ഞെരടിയൊക്കെ കൈ കൊണ്ടൊക്കെ ഒന്ന് കഴുകി നല്ല വൃത്തിയാക്കി ഒന്ന് എടുക്കണേ. ഇനി നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം കണ്ടോ, നമ്മുടെ ആഭരണത്തിൻ്റെ ആ ക്ലാവെല്ലാം ഒന്ന് പോയി എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ കാര്യങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കിത് പഴയ റോൾഡ് ഗോൾഡിൻ്റെ പരുവത്തിൽ നമുക്ക് കിട്ടും. അപ്പോൾ അതിനായിട്ട് അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു പാത്രത്തിൽ കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. നമുക്ക് സോപ്പ് പൊടി അല്ലെങ്കിൽ പേസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് ചെയ്യാം കേട്ടോ. പേസ്റ്റ് ഇട്ട് ചെയ്താലും നല്ലതാണ്. അപ്പം ഞാനിവിടെ സോപ്പ് പൊടി ഉള്ളതുകൊണ്ട് സോപ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു പഴയ ബ്രഷും എടുത്തിട്ടുണ്ട്. അപ്പം ബ്രഷ് കൂടെ എടുത്ത് ഈ ബ്രഷ് സോപ്പ് പൊടിക്ക് മുക്കിയിട്ട് ഇത് കണക്ക് ഓരോ ആഭരണങ്ങളെടുത്ത് പഴയത് അത് നമ്മൾ ഇത് കണക്ക് ഒന്ന് ബ്രഷ് ഇട്ടൊന്ന് ഉരച്ചു കൊടുക്കണേ. അപ്പം മാല ആദ്യം ഞാനൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഉരയ്ക്കുമ്പോൾ അതിനിടയ്ക്ക് ഇപ്പം നമ്മൾ ഈ ചില മാലയുടെയൊക്കെ ഇടയ്ക്കൊട്ടൊക്കെ ഈ ക്ലാവ് പിടിക്കുന്ന സംഭവമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് എല്ലാം അകത്തിരിക്കുന്ന അഴുക്കും കാര്യങ്ങളും എല്ലാം പോകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഞാനിത് ബ്രഷ് ഇട്ടെല്ലാം ഒന്ന് ഉരച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. അപ്പം തന്നെ നമുക്ക് കാണാം കണ്ടോ ആ ഒരു വ്യത്യാസം. നല്ല കറുത്തിരുണ്ടിരുന്ന മാലയാണ്, ഇത് പഴയത് മാറ്റി വെച്ചിരുന്നതാണ്. അപ്പം ഞാനതെടുത്താണേ. അപ്പം നമുക്കിത് കണക്ക് ഇനി നിങ്ങൾ ആരും ഇങ്ങനെ നമ്മുടെ റോൾഡ് ഗോൾഡിൻ്റെ ആഭരണമൊന്നും കളയുകയോ അല്ലെങ്കിൽ വേറെ പുതുക്കി അതൊക്കെ മോഡിഫൈ ചെയ്യാനോ ഒന്നും നിൽക്കേണ്ട. നമുക്ക് വീട്ടിൽ തന്നെ ഇത് ചെയ്യാവുന്നതാണ്. 100% ഉറപ്പാണ്. ഞാനിത് ചെയ്ത് എൻ്റെ ഒരു ലൈവായിട്ട് ഞാനിത് കാണിച്ചു തരുവാണ്. അപ്പോൾ നിങ്ങളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ മാല ആദ്യം എടുത്ത് എല്ലാം ചെയ്ത് സോപ്പ് പൊടിക്കകത്തെല്ലാം ഇട്ട് ഉരച്ചെടുക്കുന്നുണ്ട്. അടുത്തത് ഈ മോതിരമാണ് എടുത്തത്. മോതിരവും ഇത് പറഞ്ഞ കണക്ക് സോപ്പ് പൊടി ഇട്ടിട്ട് ബ്രഷ് കൊണ്ടെല്ലാം ഒന്ന് ഉരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സൈഡിലത്തെ ഭാഗങ്ങളും ക്ലാവ് കണക്കത്തെ സാധനം എല്ലാം പോയിട്ട് കണ്ടോ നല്ലൊരു വെട്ടം വന്നിട്ടുണ്ട് ആ മോതിരത്തിന്. പിന്നെ ഈ വളയെല്ലാം എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നിട്ട് ലാസ്റ്റ് ഇതെല്ലാം കൂടി പാത്രത്തിലോട്ടിട്ട് ഒന്നെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുവാണേ. അപ്പോൾ ഇളക്കി കൊടുത്തിട്ട് അത് മാറ്റി വെക്കണം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. എല്ലാം സിമ്പിളായിട്ടുള്ള നമുക്ക് വീട്ടിൽ തന്നെ പെട്ടെന്ന് ചെയ്യാനുള്ള സ്റ്റെപ്പാണ്. അപ്പോൾ അതോടെ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഈ വൃത്തിയാക്കി നല്ലൊരു വെള്ളത്തിലോട്ട് ഒരു പാത്രത്തിലൊരു വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ. നമ്മൾ ഈ സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചല്ലേ, അപ്പോൾ ഈ വെള്ളം പോരായിരിക്കും. ഞാൻ വേറെ കാണിക്കുന്നുണ്ട്, വേറെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അത് നല്ലതായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് സോപ്പിൻ്റെ അംശമെല്ലാം കളഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു പരുവത്തിൽ നമ്മളെ പഴയ ആ റോൾഡ് ഗോൾഡ് എങ്ങനെയാണോ വരുന്നത് ആ പരുവത്തിൽ കണ്ടോ നല്ല വെട്ടിത്തിളങ്ങുന്നത്. നേരത്തെ നല്ലതായിട്ട് കറുത്തിരുന്നാണ്, നിങ്ങൾ ലൈവായിട്ടത് കണ്ടല്ലോ.
ഞാനത് നേരത്തെ തന്നെ കാണിച്ചിട്ടുണ്ടല്ലോ, പഴയ മാല. ആ മാലയാണോ ഇത്? അല്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്തപ്പം ഈ ഒരു പരുവത്തിൽ നമുക്ക് കിട്ടി. ഇനിയിപ്പം നമുക്ക് വേറെ 1-2 കാര്യം കൂടെ ചെയ്യാനുണ്ട്. ഒത്തിരി സ്റ്റെപ്പ് കാണിക്കുന്നെന്ന് പറഞ്ഞ് ഒരുപാട് നേരം അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഓരോന്നോരോന്നായിട്ട് കാണിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാണ് കൂടുതൽ സമയം എടുക്കുമെന്നില്ല. അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കിനും നമുക്കിത് ഈ മോതിരവും ഈ മാലയും വളയും എല്ലാം കൂടെ ആ തിളച്ച വെള്ളത്തിനകത്തോട്ടൊന്ന് ഇട്ടേക്കണേ. സ്റ്റൗ പെട്ടെന്ന് ഓഫ് ചെയ്യില്ല. അപ്പോൾ നന്നായിട്ട് അത് കിടന്നൊന്ന് തിളയ്ക്കണം. അപ്പം ഞാൻ ഇതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് കണ്ടോ, ഒരു സ്പൂൺ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണേ. അപ്പം ഇത് നമുക്ക് പെട്ടെന്ന് ഒരു കളറും കാര്യങ്ങളും ഒക്കെ പെട്ടെന്ന് അതിലോട്ട് കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കേട്ടോ. അതെല്ലാം നന്നായിട്ട് ഇട്ട് കൊടുത്ത് ഞാൻ ഒരു സ്പൂൺ ഇട്ടൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കുറച്ച് വെള്ളം മതി കേട്ടോ, ഒരുപാട് വെള്ളമൊന്നും വെക്കണ്ട, കുറച്ച് വെള്ളം മതി. ഇത് ഇത്രയും ചെറിയ ഐറ്റംസ് അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുറച്ച് വെള്ളം. അപ്പം ഞാൻ അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മളിതെടുക്കണം, അല്ലെങ്കിൽ അവിടെ തന്നെ കിടന്നോട്ടെ, നമുക്ക് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മളിത് പച്ചവെള്ളം കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിലോട്ട് ഞാൻ ഈ വളയും മാലയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സ്റ്റൗ ഓഫ് ചെയ്ത് കേട്ടോ, നമുക്കിനി അതിൻ്റെ ആവശ്യമില്ല. അപ്പം ആ ഒരു വെള്ളത്തിലോട്ടൊന്ന് സ്പൂണിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ നമുക്ക് ആ ചൂടെല്ലാം മാറി കിട്ടും. ഇനി നമ്മൾ നന്നായിട്ട് ഉണങ്ങിയ ഒരു ടർക്കിയോ തോർത്തോ അതിലോട്ട് നമ്മൾ ഈ മാലയും കമ്മലില്ല മോതിരവും വളയെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. ആ വെള്ളം മൊത്തം ഒന്ന് മാറി കിട്ടണേ. നന്നായിട്ട് ഉണങ്ങിയതായിരിക്കണം, നനവ് പാടില്ല കേട്ടോ. അപ്പം ഈ ഒരു പരുവത്തിൽ കിട്ടി നമ്മുടെ എടുത്തോ. അപ്പോൾ നമ്മൾ അടുത്തത് ഒരു സ്റ്റെപ്പ് കൂടെ. അതിനായിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രം, ആ പാത്രത്തിലേക്ക് മഞ്ഞൾപ്പൊടി, നമ്മുടെ വീട്ടിൽ മേടിച്ച മഞ്ഞൾ പൊടിപ്പിച്ചതാണ്, ആ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് ഒരു പാത്രത്തിലോട്ട്. ഇനി നമ്മളതിനകക്കുന്നതെന്ന് വെച്ചാൽ ഈ മഞ്ഞൾപ്പൊടിക്കകത്തോട്ട് ഇതെല്ലാം ഒന്ന് മുക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഈ വളയും മോതിരവും മാലയും ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ മഞ്ഞൾപ്പൊടിക്കകത്തോട്ട്. അപ്പോൾ എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ കൈ കൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട്. അതിലോട്ടെല്ലാം ഈ മഞ്ഞൾപ്പൊടി അതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും നമുക്ക് ചെല്ലണം. അതെല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചൊന്ന് വെച്ചേക്കണം. ഇനി നമ്മളിത് അതിന് ശേഷം നമ്മളിത് വെള്ളത്തിൽ കഴുകി എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാനിതെല്ലാം അതിലോട്ട് എല്ലാ ആഭരണത്തിലോട്ടും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളും ഒക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് റിസൾട്ട് എങ്ങനെയാണ് കിട്ടുന്നതെന്ന് വെച്ചാൽ നമുക്ക് അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പം ഞാൻ ഇനി ഇത് വേറൊരു വെള്ളം ഒരു പാത്രത്തിലെടുത്ത് അതിലോട്ട് ഇത് നമ്മൾ മഞ്ഞൾപ്പൊടി മുക്കിയ ആഭരണങ്ങളെല്ലാം കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് കഴുകിയെടുക്കണം നന്നായിട്ട് കേട്ടോ. അപ്പം ഞാൻ ആ വെള്ളത്തിലെല്ലാം കഴുകിയെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മുടെ ആഭരണങ്ങൾ 3 എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നമ്മളെ ടർക്കി ഉണങ്ങിയ അതിലോട്ട് വീണ്ടും ഈ ആഭരണങ്ങൾ ഓരോന്നെടുത്ത് നന്നായിട്ട് ഒപ്പിയെടുക്കണം. വെള്ളം മൊത്തം വലിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് അതൊന്ന് കെട്ടിയടച്ച് ഒന്ന് ഒപ്പിയെടുത്ത് ആ വെള്ളം മൊത്തം കളഞ്ഞ് മാറ്റി വെക്കണം. അപ്പോൾ നമ്മുടെ ആഭരണമൊക്കെ ഈ ഒരു പരുവത്തിലാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റെപ്പ് കൂടെ ഉള്ള നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന പൗഡറില്ലേ, ഇതൊരു 10 രൂപയുടെ ഒരു പൗഡറാണ്. അപ്പോൾ ആ പൗഡർ നമ്മുടെ കൈവെള്ളയിലോട്ട് ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ ആഭരണങ്ങളെല്ലാം ഒന്ന് തേച്ച് കൊടുക്കണേ. അപ്പോൾ ഒരു മിനുസും കാര്യങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ റോൾഡ് ഗോൾഡൊക്കെ ഉപയോഗിക്കുന്നവർ ഇടയ്ക്ക് നമ്മൾ ഈ കുളിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കിനും ഇത് ഊരുമല്ലോ, കഴുത്തെ മാലയൊക്കെ ഉണ്ട്, അത് ഊരുമല്ലോ. അപ്പോൾ ഊരുന്ന സമയത്ത് നമ്മൾ ഈ പൗഡറൊക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. കുറച്ച് നാളത്തോടെ അത് ആ ഒരു ഗോൾഡ് കവറിങ് മാറാതെ നിൽക്കും കേട്ടോ. അപ്പം അങ്ങനെയും ചെയ്യാം. ഞാൻ ഇത് എല്ലാം മാറ്റിയിട്ട് ഇതൊന്ന് ഒപ്പിയെടുത്ത് കൊടുക്കുന്നുണ്ട്. ടർക്കി കൊണ്ടെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. പൗഡർ നമ്മൾ അതെല്ലാം കൂടെ കെട്ടി അടച്ചു വെച്ചിരിക്കുന്നതല്ലേ. അപ്പം അതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ ആഭരണം റെഡി ആയിട്ടുണ്ട്. ഇത് കണ്ടോ, പഴയ ആഭരണം തന്നെയാണോ ഇത്? അല്ലല്ലോ, നമ്മുടെ ആ ക്ലാവ് പിടിച്ച കറുത്തിരുണ്ട ആഭരണങ്ങളെല്ലാം മാറ്റം വന്ന് പുതുപുത്തം പോലെ ഇരുന്നു കണ്ടോ. ഇനി നമുക്കിത് ഉപയോഗിക്കാം ധൈര്യപൂർവ്വം. അപ്പം നിങ്ങളുടെ ആഭരണമൊക്കെ ഇങ്ങനെ പോയതൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പം ഞാനിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എൻ്റെ ഒരു അനുഭവമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളോട് പങ്കുവെച്ചത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ ചാനൽ തുടർന്നും കാണുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. നമ്മുടെ ചാനലിൻ്റെ പേര് അതിഥീസ് വേൾഡ് എന്നാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.